തമിഴ്നാട്ടിലെ ചേരമ്പാടി വനമേഖലയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയ കോഴിക്കോട് സ്വദേശി ഹേമചന്ദ്രന്റേത് കൊലപാതകം എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു പോലീസ്. ഹേമചന്ദ്രന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. DNA നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. മിഥില, നേരത്തെ തന്നെ ഇത് ഏറെക്കുറെ പോലീസ് പറഞ്ഞതാണ് ഇത് കൊലപാതകമാണ് എന്നുള്ളത്. അതിന് ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ട് എന്നും പറഞ്ഞത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി, അപ്പോൾ ഇത് കൊലപാതകമാണ് എന്ന് തന്നെ പോലീസ് വ്യക്തമാക്കുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പോലീസ് ഇപ്പോൾ പറയുന്നുണ്ടോ? പ്രജിൻ, അല്പസമയം മുമ്പാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തീകരിച്ചത്. ഊട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. ആ പോസ്റ്റ്മോർട്ടത്തിലും ഇത് ഹേമചന്ദ്രന്റേത് കൊലപാതകം എന്ന ഒരു സ്ഥിരീകരണം തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഏത് രീതിയിലാണ് കൊല നടത്തിയത്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. നിലവിൽ സ്ഥിരീകരണം എന്നത് നേരത്തെ പ്രതികൾ സമ്മതിച്ചതുപോലെ തന്നെ കൊലപാതകമാണ് ഹേമചന്ദ്രന്റെ എന്നത് തന്നെയാണ്. ഇനി അടുത്ത നടപടി എന്നത് DNA പരിശോധനയാണ്. DNA പരിശോധനയുടെ ഫലം ലഭിച്ചതിന് ശേഷം മാത്രമേ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ. കാരണം ഇത്ര സമയത്ത് ഒരു മൃതദേഹത്തിന് പഴക്കമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും DNA ഒരു പരിശോധനാ ഫലം കൂടി ഈ ഒരു ഘട്ടത്തിൽ അനിവാര്യമാണ്. അതുകൊണ്ട് ആ ഒരു പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷം മാത്രമേ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ. അതുവരെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലായിരിക്കും സൂക്ഷിക്കുക. അല്പസമയത്തിനകം തന്നെ അന്വേഷണ സംഘം ഈ മൃതദേഹവുമായി കോഴിക്കോട്ടേക്ക് തിരിക്കും എന്നാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഊട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മൃതദേഹം ഉള്ളത്. ശരി മിഥില, എന്തായാലും എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, ഒപ്പം തന്നെ എന്താണ് മരണകാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായിരിക്കും ഉണ്ടാവുക. അത് കിട്ടുന്ന മുറയ്ക്ക് പോലീസ് അത്തരം കാര്യങ്ങൾ വിശദീകരിക്കും എന്നുകൂടി മനസ്സിലാക്കുന്നു. മിഥില ബാലനാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്.